ഒരു സംവിധായകനോടുള്ളൊരു ചോദ്യമാണ്. അതായത് ഈ കാലാധിപർത്തിയായി നിൽക്കുന്ന സംവിധായകർ മലയാളത്തിൽ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമാണ്. നമുക്കറിയാം, ഒരു തലമുറയ്ക്കൊപ്പം സഞ്ചരിച്ച് അടുത്ത തലമുറയിൽ അല്ലെങ്കിൽ ന്യൂജൻ വരുമ്പോഴേക്കും അവർ ഔട്ടാവുന്നതാണ് പതിവ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനാണ് ജോഷി. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേർ ഉണ്ടാകാം. പക്ഷേ അദ്ദേഹത്തെ ജോഷിയെ ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഇന്ന് ബർത്ത്ഡേ ആണ്, അപ്പോൾ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഒരു കാലഘട്ടത്തോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. 80-കൾ തൊട്ടിങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പേര് കാണാത്ത അല്ലെങ്കിൽ കൊട്ടകകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഓരോ പടങ്ങളായിട്ട് എടുത്ത് പറയുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും. ന്യൂഡൽഹി മുതൽ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളുണ്ട്. കൗരവർ, മൂർഖൻ, സൈന്യം, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ. മാമ്പഴക്കാലം. മോഹൻലാലിനെ മമ്മൂട്ടിയും ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തിയൊരു സംവിധായകൻ എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ നരൻ, പത്രം, ലേലം, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളെടുത്ത് പരിശോധിച്ചാൽ ഒരു നായകൻ്റെ മോശം കരിയറിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊരു പുതിയ ഹിറ്റ് ഒരുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ അദ്ദേഹത്തെ നമുക്ക് ഓർത്തെടുക്കാം? ആദ്യമായി ജോഷിയേട്ടന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങാം. അദ്ദേഹം ഇന്നും മലയാള സിനിമയിൽ പുതുമ കൊണ്ടുവരുന്ന സംവിധായകനാണ്. അതെ. ഈ 50 വർഷമായി അദ്ദേഹം സിനിമയിൽ സജീവമായിട്ട്. ആദ്യകാലം മുതൽ അദ്ദേഹം മലയാള ചലച്ചിത്ര പ്രേമികളുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും ജോഷിയേട്ടനായിരുന്നു. ചില ജോഷി സാറെന്ന് വിളിക്കാം. എനിക്ക് ജോഷിയേട്ടെന്ന് വിളിക്കുന്നതാണ് കൂടുതൽ കംഫർട്ടബിൾ. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഭയങ്കര മുൻചുണ്ടിക്കാരനാണ്, ദേഷ്യക്കാരനാണ് എന്നൊക്കെ പറയാറുണ്ട്. അതുമാത്രമല്ല, പലരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വരെ ഭയമാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. കാരണം ഇത്രയും ലാളിത്യമുള്ള ഒരു മനുഷ്യൻ, ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ലൊക്കേഷനിൽ ചിലപ്പോൾ ചില ദേഷ്യപ്പെടലുകൾ ഉണ്ടായേക്കാം. അത് ആ തൊഴിലുമായിട്ട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ മാറി നിന്ന് സംസാരിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ വളരെ സ്നേഹത്തോടെ. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എന്താടാ, ഇപ്പം നമ്മൾ ഒരാളെ എടാന്ന് വിളിക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം തോന്നും. പക്ഷെ അദ്ദേഹം ആ എടാന്ന് വിളിക്കുമ്പോൾ അതിനുള്ള സ്നേഹത്തിൻ്റെ ഒരു ആഴം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇനി സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിനെ വിളിക്കുകയാണ്, മിനിയാൻ. അദ്ദേഹത്തിനോട് പറഞ്ഞു, ജോസേ ഇനിയിപ്പോൾ വലിയ സിനിമകൾ ചെയ്യണം. അതായത് ഞാനൊരു സബ്ജക്റ്റ് സുരേഷ് ഗോപി വെച്ച് ഇങ്ങനെ കേട്ടു. അപ്പം ഞാൻ ജോഷിയെ കാണാൻ പോവാണ്. അപ്പോൾ വലിയ സിനിമ എന്ന് പറയുമ്പോൾ സംവിധായകൻ ജോഷി എന്നാണ് ഒരു നിർമ്മാതാവിൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന പേര്. കാരണം അമ്മ എന്ന് പറയുന്ന ചലച്ചിത്ര സംഘടന, താരങ്ങളുടെ സംഘടന ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ അതിൽ മലയാള സിനിമയിലെ എല്ലാവരും ഉണ്ടായിരുന്നു. 2020 എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ സംവിധായകനായിട്ട് ജോഷിയേട്ടനെയാണ് തെരഞ്ഞെടുത്തത്. അതിനൊരു കാരണം പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ താരങ്ങളും അനുസരണയോടെ നിൽക്കുന്ന ഒരു സെറ്റായിരിക്കും ജോഷിയേട്ടൻ്റെതാണ്. ശരിയാ. അത് ഞാൻ പറഞ്ഞില്ലേ, സ്നേഹത്തിൻ്റെ ഭയമാണ്, അല്ലാതെ ഭീതി കൊണ്ടുള്ള ഒരു അനുസരണയല്ല. അദ്ദേഹം വിളിച്ചിട്ട് പറയണം, എടാ നാളെ നീ എത്തണം കേട്ടോ എന്ന് പറയുമ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും ഓടിയെത്താൻ അവർക്ക് കഴിയുന്നത് അത് ആ സംവിധായകനോടുള്ള ബഹുമാനം, 2 സ്നേഹം, പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന എത്രയോ നടന്മാരുണ്ട്. ചേട്ടൻ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ IV ശശി, ജഗദീഷ് ശ്രീകുമാർ, ജോഷി എന്നൊക്കെ പറയുമ്പോൾ അവർ ജീവിച്ചതിനേക്കാൾ കൂടുതൽ സിനിമ ചെയ്തവരാണ്. ഞാൻ വർഷങ്ങൾക്ക്, എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാം ജോഷിയേട്ടനെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത്, അന്ന് വീഡിയോ കാസറ്റുകൾ ഉണ്ടായിരുന്ന കാലത്ത് ഈ VCR ഇട്ടിട്ട് വീഡിയോ കാസറ്റ് സിനിമ കാണുന്നത്, ഇംഗ്ലീഷ് സിനിമകളൊക്കെ അതിങ്ങനെ കൂന കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു മുറി നിറയെ. അദ്ദേഹത്തിൻ്റെ ഒരു ദിനചര്യ എന്ന് പറഞ്ഞാൽ ഷൂട്ടില്ലെങ്കിൽ വീട്ടിലിരുന്ന് സിനിമ കാണുക. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ലോക സിനിമകളെക്കുറിച്ച് ഇത്രയും ധാരണയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം. പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിലോ ചാനലിൻ്റെ മുമ്പിലോ വരാറില്ല. അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരുള്ളൂ. ചിലർ പറയും അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാമെന്ന്. അദ്ദേഹം നന്നായി സംസാരിക്കുന്നതാണ്. പക്ഷേ ചാനലിന് മുമ്പിൽ വന്ന് അങ്ങനെ സ്വയം എക്സ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഒരു ചാനലിൽ പോലും ഇന്നേവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഒരു സ്റ്റേജിലും അദ്ദേഹം സ്റ്റേജിൽ കയറും വിളക്ക് കൊളുത്താനോ അല്ലെങ്കിൽ ഒരു പൊന്നാട അണിക്കാനോ ഒരു മൊമെൻ്റോ കൊടുക്കാനോ, പക്ഷെ ഒരു മൈക്കിന് മുമ്പിൽ നിന്ന് അദ്ദേഹം സംസാരിക്കാറില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ കണ്ടുള്ളത്, ഏത് സംഘടനയുടെയോ ഏത് ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു ആവശ്യത്തിന് വിളിച്ചാലും അദ്ദേഹം ഓടിയെത്തും. വളരെ പുതുമുഖമായ വലിയ സിനിമകളൊന്നും ചെയ്തില്ല, ചെറിയ സിനിമകൾ ചെയ്യുന്ന ഒരു സംവിധായകൻ്റെ ഒരു സിനിമ കോട്ടയത്താണ് പൂജ. അദ്ദേഹത്തിനൊരു ആഗ്രഹം, ജോഷി സാർ ഒന്ന് വന്നിരുന്നെങ്കിൽ. അങ്ങനെ അദ്ദേഹം ഫോണിൽ വിളിക്കുകയാണ്, ജോഷി സാർ എൻ്റെ സിനിമയുടെ പൂജയാണ്, ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞോടാ
അത് സ്നേഹത്തിലാണ് ചോദിക്കുന്നത്. വരണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. ശരി, നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ പൂജ നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അദ്ദേഹം സ്വന്തം വണ്ടിയിൽ കോട്ടയത്ത് എത്തി എന്നുള്ളതാണ്. എന്നോട് ആ സംവിധായകൻ ഇപ്പോഴും അത് പറയുമ്പോൾ, ആ പുതിയ സംവിധായകനാണ്, അധികം സിനിമകളും ചെയ്തിട്ടില്ല, അത് പറയുമ്പോൾ 100 നാവാണ്. ഇതാണ് ഓരോ ചലച്ചിത്ര പ്രവർത്തനം ജോഷി സാറിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്കൊക്കെ വളരെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാനസികമായി തകർന്നു പോയി. എൻ്റെ ഒരു അടുത്ത ബന്ധു മരിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ച ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. രാവിലെ ഇതറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടപ്പോഴേ കെട്ടിപ്പിടിച്ചു. അങ്ങനെ എല്ലാവരെയും, ആ വരുന്നവരെ, ആ പിടുത്തത്തിലുണ്ട് സങ്കടവും വിഷമവും അല്ല. പക്ഷെ അദ്ദേഹം കരയുന്നൊന്നും. പിന്നീട് കുറച്ച് കാലമെടുത്തു അദ്ദേഹം അതിൽ നിന്ന് നോർമലായി വരാൻ. പക്ഷെ പിന്നെയും സിനിമയിൽ അദ്ദേഹം സജീവമായി. ഇപ്പോഴും അദ്ദേഹം തിരക്കഥകൾ, ഈ അടുത്ത നാളുകളിൽ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ 3 തിരക്കഥാകൃത്തുകൾ, ഒരാളുടെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു, 2 പേര് പുറത്ത് വെയിറ്റ് ചെയ്യുക. പുതിയ എഴുത്തുകാർ പോലും അദ്ദേഹത്തെ തേടി വരികയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം, പല സംവിധായകരും പുറകോട്ട് പോയപ്പോൾ അദ്ദേഹം ഇന്നും സജീവമായി നിൽക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനൊരു കാര്യമുണ്ട്. അദ്ദേഹം 80 കാലഘട്ടം മുതൽ സിനിമയിലേക്ക് വരും. അതാത് കാലഘട്ടത്തിലെ നല്ല രചയിതാക്കളെ, തിരക്കഥാകൃത്തുക്കളെ അദ്ദേഹം ചൂസ് ചെയ്യും. തുടക്കകാലത്ത് പാപ്പനംകോട് ലക്ഷ്മണൻ എന്നൊക്കെ പറഞ്ഞ അന്ന് ഹിറ്റുകൾ ഉണ്ടാക്കിയ ആളിൽ നിന്നും പിന്നീട് വരുന്നത് കലൂർ ഡെന്നീസിലേക്ക്, വസന്ത് സ്വാമിയിലേക്ക് വന്നു. അവർ കഴിഞ്ഞിട്ട് അവരുമായിട്ട് തുടർച്ചയായി കുറേ സിനിമകൾ ചെയ്തതിന് ശേഷം പിന്നെ ഡെന്നീസ് ജോസഫിനെ പിടിക്കും. ഡെന്നീസിൽ നിന്നും നേരെ രഞ്ജി പണിക്കറിലേക്ക് പോകും. അത് കഴിഞ്ഞ് പുതിയ ചെറുപ്പക്കാരായ ഉദയകൃഷ്ണ CBK തോമസിലേക്ക് പോകും. അവരുമായി ചേർന്ന് കുറേ സിനിമകൾ ചെയ്യും. അതിനുശേഷം സച്ചി. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വരുന്ന പുതിയ റൈറ്റേഴ്സുമായി അദ്ദേഹം അസോസിയേറ്റ് ചെയ്യും. അതുപോലെ ക്യാമറാമാനെയും സെലക്ട് ചെയ്യുന്നത് ഏറ്റവും നല്ല ക്യാമറാമാനെ വെക്കും. അദ്ദേഹം അത് ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ തമിഴിലോ മറ്റു ലാംഗ്വേജിലാണെങ്കിലും പേരുണ്ടാക്കിയിട്ടുള്ള, പേരിനേക്കാൾ ഉപരി അദ്ദേഹം വർക്കുകൾ നോക്കും. അവരുടെ വർക്കുകൾ കണ്ടിട്ട് അവരെ സെലക്ട് ചെയ്യും. പിന്നെ അദ്ദേഹം സിനിമ ഷൂട്ട് ചെയ്യുന്ന കാര്യം എന്നോട് ഈ ഉദയകൃഷ്ണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മോണിറ്ററിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കും, ക്യാമറമാനോട് ഷോട്ട് പറയും. ആർട്ടിസ്റ്റുകളുടെ അസോസിയേറ്റ് ആയിരിക്കും ചെന്ന് പറയുക, അസോസിയേറ്റിന് പറഞ്ഞു കൊടുക്കും, അവരെ ഇങ്ങനെ പൊസിഷനൊക്കെ നിർത്തും. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റിനെയും, ചില സംവിധായകരുണ്ട്, അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക, അല്ലെ ഡയലോഗ് പറയേണ്ടത് ഇങ്ങനെയാണെന്ന് പറയുക. ഇദ്ദേഹം അതൊന്നും ചെയ്യാറില്ല. അദ്ദേഹം സീൻ കൊടുക്കും, അത് ഇന്നതാണെന്നൊന്ന് പറയും, ജസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് തെറ്റിച്ചാൽ അദ്ദേഹം അവിടെ ഇരുന്ന് ദേഷ്യപ്പെടും. ഏത് മോണിറ്ററിന് മുമ്പ് ഇരുന്ന് അസോസിയേറ്റിന് പറയും, അവൻ ശരിയായിട്ടില്ല, അവനോട് ശരിയാക്കാൻ പറയാം. എന്ത് ശരിയാക്കണമെന്നല്ല, അദ്ദേഹത്തിന് അറിയാം അത് കൃത്യമായി ശരിയായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ചിലപ്പോൾ 6 ടേക്ക് 7 ടേക്കൊക്കെ ആകുമ്പോഴത്തേനും നീ ഒന്നുകൂടി ഒന്ന് ശരിയാവാനുണ്ട്, ഒന്ന് ശരിയാക്കിയേ, അത്ര ആ പറച്ചിലിൽ ആർട്ടിസ്റ്റിനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് കൺവേ ചെയ്യും കൃത്യമായി. അങ്ങനെ അദ്ദേഹം അഭിനയിപ്പിച്ചെടുക്കാൻ ബഹുമെടുക്കാനാണ്. എന്നാലിപ്പോൾ മറ്റു ചില സമയത്ത് ഇപ്പോൾ ഫാസിൽ സാറിനെ പോലുള്ളവരൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. ഇദ്ദേഹം അതൊന്നുമില്ല, സീൻ വായിക്കാൻ കൊടുക്കും, ഷോട്ടിൻ്റെ ഒരു കോറിയോഗ്രാഫി ഇങ്ങനെയാണെന്ന് പറയും, പിന്നെ ഷോട്ട് ഇന്ന സ്ഥലം വരെയാണെന്ന് പോലും പറയില്ല. ആർട്ടിസ്റ്റുകൾ അത് ചെയ്തോളും. പിന്നെ അധികം പുതുമുഖങ്ങളെയൊന്നും അദ്ദേഹം പരീക്ഷിക്കാറില്ല. അദ്ദേഹം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളെ മാത്രമേ വെച്ച് ചെയ്യാറുള്ളൂ. അദ്ദേഹം പറയുന്നത് പുതുമുഖങ്ങളെ പരീക്ഷിക്കാൻ അദ്ദേഹത്തിന് ഭയമായിട്ടൊന്നുമില്ല. ഒരു നിർമ്മാതാവിനെ ഓർത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു പുതുമുഖത്തെ കൊണ്ടുവന്ന് അത്രയും സമയം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ആർട്ടിസ്റ്റ് വന്നാൽ ആ ഷൂട്ട് അത്രയും സമയം കുറയും. ഒരു പ്രൊഡ്യൂസറെ സേവ് ചെയ്യുക. വലിയ പടമാണല്ലോ ചെയ്യുന്നത്. അദ്ദേഹം ഇനിയും ഒരു ചെറിയ പടത്തെക്കുറിച്ചല്ല ആലോചിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും പറഞ്ഞത് ഒരു വലിയ സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ഈ 50 വർഷത്തിന് ശേഷവും ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സിനിമ, അത് ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ച് ഏറ്റവും നവീനമായ രീതിയിൽ, അതായത് യുവാക്കളെ കടത്തിവെട്ടുന്ന രീതിയിൽ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും. അതുകൊണ്ട് ജന്മദിനം, എത്രാം ജന്മദിനമാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാം എത്ര വയസ്സായി. ആ വയസ്സല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സാണ് ചെറുപ്പം. അദ്ദേഹം ഇനിയും മലയാള സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ അദ്ദേഹം ന്യൂജൻ സംവിധായകനായി തന്നെ മലയാള സിനിമ നിലനിൽക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ജന്മദിനം ആശംസിക്കുന്നു ജോഷിയേട്ട. എല്ലാവിധ വിജയങ്ങളും ഇനിയും ഉണ്ടാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.